സ്റ്റുഡൻസ്, വെൽക്കം ടു ഫിസിക്സ് ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും അതുപോലെ തന്നെ സ്പീഡും ഒക്കെ ആയിട്ടുള്ള കണക്ഷൻസ് ആയിരുന്നു. അവിടെ നമ്മൾ പഠിച്ചു ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കിളിന്റെ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിനുള്ള സ്പീഡിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ അതിന്റെ വെലോസിറ്റിക്കാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ സ്പീഡ് എന്താണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു കാറിന്റെ സ്പീഡോമീറ്ററിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇന്ന് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ്, ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഇത് അപ്ലൈ ചെയ്യാം എന്നൊക്കെയുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വൺസ് അഗെയിൻ ഇറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം. ഒരു പാർട്ടിക്കിളിന്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രത്യേക ടൈമിലുള്ള അതിന്റെ വെലോസിറ്റിക്കാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം സമയം മാറുന്നതനുസരിച്ച് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും മാറിക്കൊണ്ടിരിക്കും അല്ലേ. ഇപ്പോൾ ഒരു കാറിന്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം ആ കാർ ട്രാവൽ ചെയ്യുമ്പോൾ പല സമയത്തും അതിന് പല വെലോസിറ്റികൾ ആയിരിക്കാം. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അങ്ങനെ മാറുമെന്ന് ഓർത്തിരിക്കുക. ഒരു വണ്ടിയുടെ സ്പീഡോമീറ്ററിൽ നിന്ന് നമുക്ക് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ നോർമൽ സിറ്റുവേഷനിൽ സ്പീഡും വെലോസിറ്റിയും ഒക്കെ നമ്മൾ ഒരുപോലെ പറയുമെങ്കിലും സയന്റിഫിക് ആയിട്ട് സ്പീഡും വെലോസിറ്റിയും രണ്ട് ക്വാണ്ടിറ്റീസ് ആണ്. വെലോസിറ്റിയുടെ സിറ്റുവേഷനിൽ നമ്മൾ അതിന്റെ ഡയറക്ഷനോടെ മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ നമ്മൾ സാധാരണ കാറിന്റെ വെലോസിറ്റി എന്നാണ് പറയാറുള്ളത്, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്നാണ് പറയാറുള്ളത്. പക്ഷെ ശരിക്കും അത് ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പറഞ്ഞു നിർത്തിയിരുന്നത്. അത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി v ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്നാണ്. അതിനെ നമുക്ക് ഡി വി ബൈ ഡി എക്സ് എന്ന് എഴുതുമെന്നും പറഞ്ഞായിരുന്നു. ഇനി ഇതെന്താണ് എന്നുള്ളത് നമുക്ക് വരാം. ആദ്യം ഞാൻ ഈ ഇക്വേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇത് ഗ്രാഫിക്കലായിട്ട് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പിന്നീട് നമുക്ക് ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യനോട് സോൾവ് ചെയ്യണം. ഇപ്പൊ നമുക്കിവിടെ നോക്കിയാൽ അറിയാം, ഈ ഇക്വേഷനിൽ v എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയാണ്. ഇവിടെ നമ്മൾ ഡയറക്ഷന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇത് സ്പീഡ് എന്നെടുത്താലും വെലോസിറ്റി എന്നെടുത്താലും ഒക്കെ സിറ്റുവേഷൻ സെയിം ആണ്, നമുക്ക് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട്. ഇനി ഇവിടുത്തെ ഈ ഇക്വേഷൻ നിങ്ങൾക്കറിയാം ഡെൽറ്റ എക്സും ഡെൽറ്റ ടിയും കാണുന്നുണ്ട്. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ഒരു വെഹിക്കിളിന് അതിന്റെ പൊസിഷന് വന്ന വ്യത്യാസത്തിന് അല്ലെങ്കിൽ അതിന് വന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത്. അതിന്റെ ഫൈനൽ പൊസിഷൻ x2 മൈനസ് ഇനിഷ്യൽ പൊസിഷൻ x1നെയാണ് നമ്മൾ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡെൽറ്റ എക്സ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് ഫൈനൽ പൊസിഷൻ ആൻഡ് ഇനിഷ്യൽ പൊസിഷൻ. x2 മൈനസ് x1 ആണ് ഡെൽറ്റ എക്സ്. അപ്പോൾ ഡെൽറ്റ ടി എന്ന് പറയുന്നത് നമ്മളെടുത്ത ടൈം പീരീഡ് ആണ് ഡെൽറ്റ ടി. t2 മൈനസ് t1 ആണ് ഡെൽറ്റ ടി. അപ്പോൾ ഫൈനൽ ടൈം നമ്മൾ t2 എന്നെടുക്കുന്നു, ഇനിഷ്യൽ ടൈം t1 എന്നെടുത്താൽ t2 മൈനസ് t1നെയാണ് നമ്മൾ ഡെൽറ്റ ടി എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ആ പൊസിഷന് വന്ന വ്യത്യാസം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ആ ടൈം പീരീഡ് നമ്മൾ എടുത്താൽ, ടൈമിൽ വന്ന വ്യത്യാസം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറയുന്നത് എന്താണ്? ക്ലിയർലി അത് വെലോസിറ്റിയാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ വെലോസിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്തത്. പക്ഷെ നിങ്ങൾക്കറിയാം വെലോസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു പൊസിഷനിലുള്ള, അതായത് നിങ്ങളിപ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കാറ് എയിൽ നിന്ന് ബിയിലേക്ക് ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ എ തൊട്ട് ബി വരെ അത് ട്രാവൽ ചെയ്ത സമയത്തിനിടയ്ക്കുള്ള വെലോസിറ്റിയാണ് സാധാരണ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. അതിന്റെ ഫൈനൽ പൊസിഷൻ x2 മൈനസ് ഇനിഷ്യൽ പൊസിഷൻ x1, അതിന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷന് എൻഡിങ് പൊസിഷന് ബൈ അതിനടുത്ത ടൈം ഡ്യൂറേഷൻ. അതുപയോഗിച്ചാണ് നമ്മൾ നോർമലി ആ കാറിന്റെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ കാറ് സി എന്ന് പറയുന്നത് എക്കും ബിക്കും ഇടയ്ക്കുള്ള ഒരു പോയിന്റ് ആണ് സി എന്ന് വിചാരിക്കുക. സിയിൽ അത് കടന്നു പോകുന്നത് അല്ലെങ്കിൽ സിയിൽ അത് കാണുന്ന സമയം എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മാത്രമായിരിക്കും. അപ്പോൾ ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നമുക്ക് അതിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റിയില്ല. കാരണം സി എന്ന് പറയുന്ന പൊസിഷൻ ഒറ്റ പൊസിഷനാണ്. അവിടെ x2 x1 എല്ലാം സി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ x2 മൈനസ് x1 എന്ന് പറയുന്ന വാല്യൂ സി എന്ന് പറഞ്ഞ ഒരു പോയിന്റിൽ കാൽക്കുലേറ്റ് ചെയ്താൽ അതിന്റെ റിസൾട്ട് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന പൊസിഷനും അതേ പൊസിഷനും തമ്മിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മീനിങ്ലെസ് ആണ്, അത് 0 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ ഒരൊറ്റ പൊസിഷനിലാണ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന ഒബ്ജക്റ്റ് ഒരു ഇൻസ്റ്റന്റ് ഓഫ് ടൈം എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് പോലും നമ്മൾ എടുക്കുന്നില്ല.
ഒരു ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ അതിന്റെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ചിലപ്പോൾ അതിന്റെ റിസൾട്ട് 0 കിട്ടാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു സെക്കൻഡിൽ, ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ആ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിലും അത് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ചിലപ്പോൾ അത് ഒരു പോയിന്റിൽ തന്നെയായിരിക്കും നിൽക്കുന്നത്. പക്ഷെ ഒരു 5 സെക്കൻഡ് നമ്മൾ എടുത്താൽ ചിലപ്പോൾ അത് 10 മീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ അങ്ങനെ നമ്മൾ എടുക്കുന്ന സിറ്റുവേഷനിൽ നമുക്ക് സാധാരണ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറയുന്ന ഫോർമുല നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടിയില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനുകളിലാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിക്കും ഈ കൊടുത്തിരിക്കുന്ന ഇക്വേഷനും മീനിങ് ഫുൾ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ T2 - T1 ആണ്. നമ്മളൊരു കാർ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിന്റെ 10th സെക്കൻഡിൽ, 10ാമത്തെ സെക്കൻഡിലെ അതിന്റെ ടൈം ഡ്യൂറേഷൻ ഡെൽറ്റ ടി എത്രയാണ്? ഡെൽറ്റ ടി എന്ന് പറയുന്നത് ഫൈനൽ ടൈം മൈനസ് ഇനിഷ്യൽ ടൈം ആണ്. 10ാമത്തെ സെക്കൻഡ് നമ്മൾ എടുക്കുമ്പോൾ, 10ാമത്തെ സെക്കൻഡിൽ എന്ന് പറയുമ്പോൾ അതിന്റെ ഫൈനൽ ടൈമും 10 ആണ്, ഇനിഷ്യൽ ടൈമും 10 ആണ് അല്ലേ? 10ാമത്തെ സെക്കൻഡ് മാത്രം നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ ഫൈനൽ ടൈമും 10 ആണ്, ഇനിഷ്യൽ ടൈമും 10 ആണ്. അപ്പോൾ ഡെൽറ്റ ടി എത്ര വരും? 10 - 10 0 വരും. മനസ്സിലായോ? ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ നല്ലപോലെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഡെൽറ്റ ടി എന്ന് പറയുന്നത് ഫൈനൽ ടൈമും ഇനിഷ്യൽ ടൈമും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ 10th സെക്കൻഡ് അല്ലെ 15th സെക്കൻഡ് നിങ്ങളോട് 15th 20th എടുക്കാനല്ല പറയുന്നത്, അല്ലെ 15th 16th എടുക്കാനല്ല പറയുന്നത്. അങ്ങനെ നമ്മൾ 15th സെക്കൻഡും 16th സെക്കൻഡും എടുത്താൽ നിങ്ങൾക്ക് ആ ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത് 15th 16th ഇടയ്ക്കുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് വരും. അവിടെ പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾക്ക് 15th 16th ഇടയിലല്ലാതെ 15th സെക്കൻഡ് മാത്രം എടുത്താൽ നിങ്ങൾക്ക് റിസൾട്ട് അല്ലെങ്കിൽ ഡെൽറ്റ ടിയുടെ വാല്യൂ 0 ആയി പോകും. അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു ഇക്വേഷനിൽ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടിയിൽ ഡെൽറ്റ ടി 0 ആയാൽ ആ ഇക്വേഷൻ ബി എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയി പോകും, മീനിങ്ലെസ് ആയി പോകും. അപ്പോൾ അത് നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കുമ്പോൾ ഡെൽറ്റ ടി 0ക്ക് അടുത്ത് കിട്ടുകയും ചെയ്യണം. അതായത് ഒരു പർട്ടിക്കുലർ ടൈമിൽ മാത്രം നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സെക്കൻഡിൽ മാത്രമുള്ള വാല്യൂ കിട്ടുകയും ചെയ്യണം. എന്നാൽ റിസൾട്ട് ഇൻഫിനിറ്റി ആയി പോകാനും പാടില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഡെൽറ്റ ടിയുടെ വാല്യൂ 0യോട് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് എടുക്കും. എക്സാക്ട് 0 എടുക്കുകയല്ല ചെയ്യുന്നത്, പകരം ഡെൽറ്റ ടി എന്ന് പറയുന്ന ടൈം ഡ്യൂറേഷൻ 0യോട് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്താൽ എന്താണ് ബെനിഫിറ്റ്? അത് ഇൻഫിനിറ്റി ആയി പോകുന്നുമില്ല, എന്നാൽ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടുകയും ചെയ്യും. ആ സിറ്റുവേഷനാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ ഒരു ലിമിറ്റിംഗ് പോയിന്റ് കൊടുക്കുന്നു. ലിമിറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു റെസ്ട്രിക്ഷൻ നമ്മൾ ഈ ഇക്വേഷന് കൊടുക്കുന്നു. എന്താണ് ആ റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ആ ലിമിറ്റ് എന്താണ്? ഡെൽറ്റ ടി ടെൻസ് ടു 0. അപ്പോൾ ഓർത്തിരിക്കുക, ഡെൽറ്റ ടി 0 ആയി പോയാൽ ബിയുടെ വാല്യൂ ഇൻഫിനിറ്റി ആകും. 0യുടെ അടുത്ത് വന്നാൽ ബി ഇൻഫിനിറ്റി ആകുന്നില്ല. മാത്രമല്ല നമുക്കൊരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാനും പറ്റും. അതാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ മീനിങ്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്ന് നമ്മൾ കൊടുത്താൽ നമ്മുടെ ഇക്വേഷൻ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കിട്ടും. എന്നാൽ അത് മൂലം തിയറട്ടിക്കലായിട്ട് വെലോസിറ്റി ഇൻഫിനിറ്റി ആകുന്നുമില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷനിൽ ആദ്യം കൊടുത്തിരിക്കുന്നത്. ബി ഈക്വൽ ടു ഡെൽറ്റ ടി ടെൻസ് ടു അല്ലെങ്കിൽ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്ന് നമ്മൾ കൊടുത്തിരിക്കുന്നു. ഡെൽറ്റ ടി എന്ന് പറയുന്ന ടൈം ഡ്യൂറേഷൻ 0 ആകുന്നു എന്ന് പറയുന്നു. ഇൻറ്റു ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് നമുക്ക് ഇക്വേഷൻ എഴുതാം. അപ്പോൾ എല്ലായ്പ്പോഴും ഇങ്ങനെ ഈ ഇക്വേഷനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് എഴുതുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതിനെ നമ്മൾ ചെറുതാക്കി എഴുതുന്ന ഒരു മെത്തേഡാണ് ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത്. നമുക്ക് മാത്തമാറ്റിക്സിൽ ഈ സെക്ഷനെ നമ്മൾ ഡിഫറൻസിയേഷൻ എന്ന് പറയും. നിങ്ങൾ ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ നിങ്ങൾക്ക് +1 പഠിക്കാനുണ്ട്. സെക്കൻഡ് ഇയറിലും ഇതിന് കണ്ടിന്യൂവേഷൻ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ മാത്തമാറ്റിക്സിൽ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലുമായിട്ടാണ് പഠിക്കുന്നത്. പക്ഷേ ഫിസിക്സിൽ അതിന്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷനുകളും മാത്തമാറ്റിക്സിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളും നമുക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ പഠിച്ചെങ്കിലേ ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓർത്തിരിക്കുക, ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടിക്കാണ് നമ്മൾ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത്. ഇതിന്റെ മീനിങ് സിമ്പിൾ ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എക്സ്, ദ പാരാമീറ്റർ എക്സ്. എക്സ് എന്താണ്? പൊസിഷനാണ്. വിത്ത് റെസ്പെക്ട് ടു ടൈം എന്നാണ് മീനിങ്. എന്ന് പറഞ്ഞാൽ ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതിയാൽ എക്സ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റിന് അല്ലെങ്കിൽ പൊസിഷന് ഡിവൈഡഡ് ബൈ വരുന്ന ക്വാണ്ടിറ്റി ഏതാണ്? ടി ആണ്. ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈമാണ്. ടൈമിൽ വരുന്ന വേരിയേഷനാണ്
ഡി ബൈ ഡി ടി ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഈ ഡി എക്സ് ബൈ ഡി ടി എന്നുള്ളതിന് നമുക്ക് ഡി ബൈ ഡി ടി ഓഫ് എക്സ് എന്ന് എഴുതാം. അതിലെ ഡി എന്ന് പറയുന്നത് ന്യൂമറേറ്റർ കൊടുത്തിരിക്കുന്ന ഡി എന്ന് പറയുന്നത് അതിന്റെ ചേഞ്ച് കാണിക്കാനുള്ള ക്വാണ്ടിറ്റിയാണ്. ബൈ ഡി ടിയിലെ ഡി ടി എന്ന് പറയുന്നത് ടൈമിൽ വരുന്ന വേരിയേഷനാണ്. ഡി എക്സ് ബൈ ഡി ടി എന്നുള്ളതിന് പകരം നമുക്ക് ഡി എക്സ് ബൈ ഡി വൈ കൊടുക്കാം, ഡി എക്സ് ബൈ ഡി എ എന്ന് കൊടുക്കാം. അപ്പൊ ഡി എക്സ് ബൈ ഡി വൈ എന്നാണ് നമ്മുടെ ഇക്വേഷൻ എങ്കിൽ എക്സിന് വൈയിൽ വരുന്ന വേരിയേഷനാണ്. ഡിനോമിനേറ്ററിലെ ക്വാണ്ടിറ്റി ഏതാണോ അതിനെ ബേസ് ചെയ്താണ് ന്യൂമറേറ്ററിലുള്ള ക്വാണ്ടിറ്റിക്ക് വേരിയേഷൻ വരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനിൽ നമുക്കറിയാം വെലോസിറ്റി, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വെലോസിറ്റിയും പൊസിഷനും ചേഞ്ചും ഒക്കെയാണ്. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ടൈമിനനുസരിച്ചാണ് മാറുന്നത്. അല്ലെങ്കിൽ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒബ്ജക്റ്റിന്റെ പൊസിഷന് ടൈമിനനുസരിച്ച് വരുന്ന വേരിയേഷനെ ബേസ് ചെയ്താണ് നമ്മൾ വെലോസിറ്റി പറയാറുള്ളത്, അല്ലെ? അങ്ങനെയല്ലേ? സമയത്തിനനുസരിച്ച് ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷന് വരുന്ന വേരിയേഷനെയാണ് നമ്മൾ അതിന്റെ സ്പീഡ് അല്ലെങ്കിൽ അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. വേരിയേഷനെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. അതിന്റെ റേറ്റിനെ എത്രമാത്രം വേരിയേഷൻ വരുന്നുണ്ട്, അല്ലെ? സമയത്തിനനുസരിച്ച് ഒബ്ജക്റ്റിന്റെ പൊസിഷൻ മാറും, അങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം, ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. എന്നാൽ സമയത്തിനനുസരിച്ച് അല്ലെങ്കിൽ പൊസിഷന് വരുന്ന മാറ്റത്തിന്റെ റേറ്റിനെയാണ് നമ്മൾ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പാരാമീറ്ററിന്റെ, അതായത് ഫിസിക്സിലെ പൊസിഷൻ എന്ന് പറയുന്ന എക്സിന് ടൈമിൽ വരുന്ന വേരിയേഷനെയാണ് നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ അല്ലെങ്കിൽ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത്. ആ ഡി എക്സ് ബൈ ഡി ടി ആണ് ഞാൻ ഈ പറഞ്ഞ വെലോസിറ്റി. അതിനെയാണ് നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ എന്ന് പറയുന്നത്. എക്സ് പൊസിഷനാണ്, പൊസിഷന് വരുന്ന റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെലോസിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അതിന്റെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഡി എക്സ് ബൈ ഡി ടി എന്ന് നമ്മൾ എഴുതും. ഇതിൽ എക്സിന് വരുന്ന പവറിനൊക്കെ അനുസരിച്ച് നമുക്ക് ഇക്വേഷൻ മാറ്റം വരും. അതിലേക്ക് പിന്നീട് ഞാൻ പറയാം. അപ്പോൾ ഇനി നമുക്ക് അതിന്റെ അടുത്ത കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഏതാണ്ട് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്താണെന്ന് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഞാൻ പറഞ്ഞു കാറിലൊക്കെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓരോ ഒബ്ജക്റ്റിന്റെ പൊസിഷനെ കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പർട്ടിക്കുലർ ടൈമിലുള്ള പൊസിഷൻ ബേസ് ചെയ്ത് അല്ലെങ്കിൽ പൊസിഷന് വരുന്ന വേരിയേഷൻ ബേസ് ചെയ്ത് വെലോസിറ്റി ഒക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയാണ്. അപ്പോൾ ഇക്വേഷനിൽ ഡി എക്സ് ബൈ ഡി ടിക്ക് നമുക്ക് ഞാൻ പറഞ്ഞു ഇത് ഡിഫറൻഷ്യൽ ആണ്, ഇതിനെ ഡെറിവേറ്റീവ് എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. അതിനെ നമുക്ക് ഓർത്തിരിക്കുക, ഡെറിവേറ്റീവ് ഓഫ് എക്സ്, എക്സ് എന്ന് പറയുന്ന പൊസിഷനാണ്, വിത്ത് റെസ്പെക്ട് ടു ടി എന്ന് എടുക്കാം. ടി എന്ന് പറയുന്ന ടൈമാണ്. അപ്പോൾ v ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇപ്പോൾ ആ കാറിന്റെ പൊസിഷനുകൾ നമുക്കറിയാം. ടൈം T1 ഒരു പൊസിഷനുണ്ട്, T2 ഒരു പൊസിഷനുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്ത് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുവാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും എക്സ് ടി ഗ്രാഫൂടെ നമ്മൾ വരച്ചാൽ ഈ എക്സ് എന്ന് പറയുന്ന പൊസിഷൻ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം ആണ്. ഫംഗ്ഷൻ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈമിനനുസരിച്ച് നിങ്ങൾക്ക് മാത്തമാറ്റിക്സിൽ പഠിക്കാനുണ്ട്. ടൈമിനനുസരിച്ച് വേരിയേഷൻ വരുന്ന ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഫംഗ്ഷൻ ഓഫ് ടൈം എന്ന് പറയുന്നത്. ടൈമിനനുസരിച്ച് മാറ്റം വരുന്നതാണ് ഫംഗ്ഷൻ ഓഫ് ടൈം. അപ്പോൾ ആ ഫംഗ്ഷൻ ഓഫ് ടൈമിൽ നമുക്കറിയാം പൊസിഷൻ ഫംഗ്ഷൻ ഓഫ് ടൈം ആണ്. വെലോസിറ്റിയിലേക്ക് വരുമ്പോൾ അത് പൊസിഷന് മാറ്റം വരുന്നതാണ്. അതിനെ നമ്മൾ ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതും. അപ്പോൾ നമ്മൾ ഒരു ആക്സിലറേറ്റിംഗ് ബോഡിയുടെ പൊസിഷൻ ടൈം അല്ലെങ്കിൽ ഒരു ബോഡിയുടെ ഏതെങ്കിലും ഒരു ബോഡി ആയിക്കോട്ടെ, ആ ബോഡിയെ ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് വരച്ചാൽ ഇപ്പൊ നമ്മൾ കാണുന്ന പോലെ ഒരു ടിപ്പിക്കൽ പൊസിഷൻ ടൈം ഗ്രാഫ് അല്ലെങ്കിൽ എക്സ് ടി ഗ്രാഫ് കിട്ടും. അപ്പോൾ ഈ എക്സ് ടി ഗ്രാഫിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇത് യൂണിഫോം ആയിട്ടല്ല പൊസിഷന് മാറ്റം വരുന്നത്, അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് അല്ല നമുക്ക് കിട്ടുന്നത്. യൂണിഫോം വെലോസിറ്റികൾ ട്രാവൽ ചെയ്യുന്ന ഒബ്ജക്റ്റ് അല്ല. അപ്പോൾ ഈ ഗ്രാഫിൽ ഈ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ പി ആണ് ഒരു പർട്ടിക്കുലർ ടൈമിലെ പൊസിഷൻ എന്ന് വിചാരിക്കുക. നമുക്കറിയാം അടുത്ത ഒരു ടൈം ഡ്യൂറേഷനിൽ അതിന്റെ പൊസിഷൻ P1 ആയിരുന്നു, ഒരു പർട്ടിക്കുലർ ടൈമിൽ അതിന്റെ പൊസിഷൻ P2 ആണ് എന്ന് വിചാരിക്കുക. നിങ്ങൾ നോക്കിയാൽ കാണാം P1ഉം P2വിനും ഇടയ്ക്ക് ഒരേ സമയത്ത് ഒരേ പൊസിഷനുകൾ അല്ലെങ്കിൽ ഒരേ ഡിസ്റ്റൻസുകളല്ല ഇതിൽ കവർ ചെയ്തത്. നിങ്ങൾ നോക്കിയാൽ അറിയാം P1 ടൈം T1 ആയിരുന്നു, അതിന്റെ പൊസിഷൻ ഇവിടെയാണെന്ന് വിചാരിക്കാം. പിയിൽ വരുമ്പോൾ അതിന്റെ ടൈം ഏതാണ്ട് ഒരു 2 യൂണിറ്റ്സ് മുമ്പോട്ട് പോയി. അപ്പോൾ നമുക്ക് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ പൊസിഷനോ കുറച്ച് മാറ്റം വന്നു. പക്ഷേ പിയിൽ നിന്ന് 2 യൂണിറ്റുകൾ മുമ്പോട്ട് വന്ന P2വിൽ വരുമ്പോൾ അതിന്റെ പൊസിഷന് ലാർജ് വേരിയേഷൻ വന്നു. കാരണം ഇതൊരു ആക്സിലറേറ്റിംഗ് ബോഡിയുടെ ഗ്രാഫാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ കൂടുതൽ മീനിങ്ങുകൾ ഗ്രാഫിൽ നിന്ന് എങ്ങനെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇനി P1നും P2വിനും ഇടയ്ക്ക് ഈ ഒബ്ജക്റ്റിന്റെ പൊസിഷന് വന്ന വ്യത്യാസം ഉപയോഗിച്ച് P1ഉം P2വിനും ഇടയ്ക്ക്
ആ ഒബ്ജക്റ്റിന്റെ ഉണ്ടായ വെലോസിറ്റി എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ P1 P2 ഇടയ്ക്ക് അതിന്റെ വെലോസിറ്റി നിങ്ങൾക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? P2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ എടുക്കാം. ലെറ്റ് ഇറ്റ് ബി x2. P1 പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ എടുക്കുക. ലെറ്റ് ഇറ്റ് ബി x1. അപ്പോൾ P2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ x2 ഉം P1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ x1 ഉം ആണെങ്കിൽ അതിന് രണ്ടിനും എടുക്കുന്ന ടൈം T1 ഉം T2 ഉം ആണെങ്കിൽ x2 മൈനസ് x1 ഡെൽറ്റ x എന്നും T2 മൈനസ് T1 ഡെൽറ്റ t എന്നും നമ്മൾ എടുക്കുന്നു. അങ്ങനെ എടുത്താൽ നമുക്കറിയാം വെലോസിറ്റി കണ്ടുപിടിക്കാമല്ലോ. ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി അല്ലേ വെലോസിറ്റി. ഇനി നമ്മൾ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ പി എന്ന് പറഞ്ഞ പോയിന്റിനോട് അടുത്തുള്ള അല്ലെങ്കിൽ പി എന്ന് പറഞ്ഞ പോയിന്റിലെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പോകും. നിങ്ങൾക്കറിയാം P2 ഉം P1 ഉം എന്ന് പറഞ്ഞാൽ രണ്ട് പൊസിഷനുകളാണ്. അതിനിടയ്ക്ക് ഉള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ റഫറൻസ് പോയിന്റ് ഏതാണ്? നമ്മൾ റെഫർ ചെയ്യാൻ പോകുന്ന പോയിന്റ് അല്ലെങ്കിൽ പിയിലെ വെലോസിറ്റിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പി എന്ന് പറഞ്ഞ പോയിന്റ് മാത്രം നമ്മൾ എടുക്കുമ്പോൾ അവിടെ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എത്രയോട് അടുത്ത് വരണം? പി എന്ന് പറഞ്ഞ പൊസിഷൻ ഞാൻ പറഞ്ഞു, അവിടെ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് സീറോയോട് അപ്രോച്ച് ചെയ്ത് വരണമെന്നാണ് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്. അപ്പോൾ ആ നേരത്തെ എടുത്ത P2 ഉം P1 ഉം തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ ഡെൽറ്റ എക്സ്. ആ ഡെൽറ്റ എക്സിന്റെ വാല്യൂ കുറേശ്ശെ കുറഞ്ഞു വരണം. നിങ്ങൾ നോക്കിയാൽ കാണാം, ഇപ്പോൾ ഡയഗ്രത്തിൽ കാണുന്ന പോലെ അത് കുറച്ചുകൂടെ കുറച്ച് നമ്മൾ P1 ഉം P2 എന്നുള്ള പൊസിഷൻ അല്ലെങ്കിൽ ഡ്യൂറേഷൻ മാറ്റി Q1 ഉം Q2 ഡ്യൂറേഷനായി. അപ്പൊ നിങ്ങൾക്കറിയാം ആ ഡ്യൂറേഷൻ കുറച്ചുകൂടെ കുറഞ്ഞില്ലേ? ഡിസ്പ്ലേസ്മെന്റ് കുറച്ചുകൂടെ കുറഞ്ഞില്ലേ? അതിനെ വീണ്ടും നമ്മൾ കുറച്ച് കൊണ്ടുവന്നാൽ എവിടെ കൊണ്ടുവരാം? ടിയിൽ കൊണ്ടുവരാം. അങ്ങനെ ഡെൽറ്റ എക്സ് കുറയുന്നതിനൊപ്പം തന്നെ എന്നും കുറഞ്ഞു, ഡെൽറ്റ ടിയും കുറഞ്ഞു. ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, നേരത്തെ നമ്മൾ എടുത്തിരുന്ന P2 ഉം P1 ഉം എന്നുള്ളത് മാറ്റിയിട്ട് പിയിലെ ഡിസ്പ്ലേസ്മെന്റ് കാണുമ്പോൾ ആദ്യം നമ്മൾ Q2 ഉം Q1 ഉം എടുത്തു. വീണ്ടും നമ്മൾ ഡെൽറ്റ എക്സ് കുറച്ച് അടുത്ത രണ്ട് പോയിന്റുകളൂടെ എടുത്തു. ഓക്കെ, പിയിലേക്കുള്ള അടുത്ത ഒരു പോയിന്റ് എടുത്തു. അപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാം, അപ്പോൾ ആ പിയില് നമ്മൾ ഒരു ടാൻജന്റ് ഡ്രോ ചെയ്താൽ, പി എന്ന് പറഞ്ഞ പൊസിഷനിൽ ഒരു ടാൻജന്റ് ഡ്രോ ചെയ്താൽ നമുക്ക് ആ പോയിന്റില് വലിയ വേരിയേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. നേരത്തെ നമ്മൾ കണ്ട സിറ്റുവേഷനിൽ ആദ്യം നമ്മൾ എടുത്ത സിറ്റുവേഷനിൽ P1 ഉം P2 ഉം വളരെ ദൂരെയായിരുന്നു. അപ്പോൾ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കിട്ടുന്നില്ല. നമുക്ക് പിയിലേക്ക് അത് കൊണ്ടുവരണം. ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ നമ്മൾ ടാൻജന്റ് പോലെ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ ഇവിടെ ഒരു വേരിയേഷൻ ആണ് കാണുന്നത്. നിങ്ങൾക്ക് കാണാമല്ലോ, ഇവിടെ ഒരു ലാർജ് വേരിയേഷൻ ഉണ്ട്. അപ്പോൾ വേരിയേഷൻ നമുക്ക് പെർമിറ്റഡ് അല്ല. വേരി ചെയ്യുമ്പോൾ നമുക്ക് വെലോസിറ്റി കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയല്ല. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് വെലോസിറ്റി എടുക്കണമെങ്കിൽ വേരിയേഷൻ ഇല്ലാതെ കിട്ടണം. അപ്പൊ ആ ഇല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടെ ഡ്യൂറേഷൻ കുറച്ചു, X1 X2 ആക്കി, Q1 Q2 ആക്കി, വീണ്ടും കുറച്ച് ചെറുതാക്കി എടുത്തപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാം, അതായത് വേറെ രണ്ട് പോയിന്റുകൾ Q2 നും Q1 നും ഇടയ്ക്കുള്ള വേറെ രണ്ട് പോയിന്റുകൾ എടുക്കുമ്പോൾ നമുക്കിവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ആ വെലോസിറ്റി എന്ന് പറയുന്നത് ഒരൊറ്റ സ്ട്രെയിറ്റ് പോയിന്റ് ആയിട്ട് അല്ലെങ്കിൽ പൊസിഷന് വരുന്ന വ്യത്യാസം ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ആ സ്ട്രെയിറ്റ് ലൈനിലുള്ള വെലോസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ പോയിന്റ് ബിയിലെ വെലോസിറ്റി തന്നെയായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ അവിടെ ഒരു ടാൻജന്റ് ഡ്രോ ചെയ്തത്. അപ്പോൾ ഈ ടാൻജന്റിന്റെ സ്ലോപ്പ് നിങ്ങൾക്കറിയാം, പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പിൽ നിന്ന് നിങ്ങൾ 9th പഠിച്ചിട്ടുണ്ട്. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പിൽ നിന്നുമാണ് നമ്മൾ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെ? പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പിൽ നിന്ന് നമുക്ക് വെലോസിറ്റി കിട്ടുമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് നമ്മൾ എടുത്താൽ, അല്ലെങ്കിൽ ഈ ടാൻജന്റ് വരച്ചിരിക്കുന്നതിന്റെ സ്ലോപ്പ് നമ്മൾ എടുത്താൽ നമുക്ക് വെലോസിറ്റി കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ ആ സ്ലോപ്പ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, അത് വലിയ സ്ലോപ്പ് നമ്മൾ എടുത്താലും, അതായത് ഇപ്പൊ കാണിച്ചിരിക്കുന്ന പോലെ വലിയ സ്ലോപ്പ് എടുത്താലും ഈ ലൈനിൽ എല്ലാ ഭാഗത്തും നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന വെലോസിറ്റി അല്ലെങ്കിൽ ആ സ്ലോപ്പ് ഒരുപോലെ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് വെലോസിറ്റി ഈ ലൈനിൽ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും. പോയിന്റ് പിയിലും വെലോസിറ്റി ഒരുപോലെ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടുന്ന് ഓർത്തിരിക്കേണ്ട കാര്യം. അപ്പോൾ ആ ടാൻജന്റിന്റെ സ്ലോപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കണ്ട ഈ ടാൻജന്റിന്റെ സ്ലോപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടുന്ന് ടാൻ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ മെഷർ ചെയ്താൽ നമുക്ക് ഈ കാര്യം കിട്ടും. അതല്ലെങ്കിൽ ഈ ടാൻ തീറ്റ തന്നെയാണ് നമുക്ക് അവിടെ നേരത്തെ എടുത്തിരുന്ന അല്ലെങ്കിൽ ന്യൂമറിക്കൽ മെത്തേഡ് നമ്മൾ കണ്ട കാര്യം തന്നെ. അതായത് ഏതായിരുന്നു? v ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് ഈ ടാൻജന്റ് തന്നെയാണ്. അത് നമ്മൾ കാര്യങ്ങൾ പിന്നീട് നമുക്ക് പഠിക്കാം. അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ സ്ലോപ്പ് ജസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സ്ലോപ്പ് എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ് കൊടുക്കുമ്പോൾ അവിടെ dx അല്ലെങ്കിൽ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ്
നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗ്രാഫിക്കൽ മെത്തേഡ് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന ഗ്രാഫിക്കൽ മെത്തേഡ് അനുസരിച്ച് നമുക്ക് സ്ലോപ്പ് എടുത്താൽ അല്ലെങ്കിൽ അതിന്റെ ടാൻ തീറ്റ എടുത്താൽ നമുക്ക് P ഈക്വൽ ടു dx/dt എന്ന് കിട്ടും. ഇതാണ് ഇതിന്റെ ന്യൂമറിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ന്യൂമറിക്കൽ മെത്തേഡ് ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് സാധാരണ എക്സാമിന് ചോദിക്കാറില്ല. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണ് ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, അല്ലെങ്കിൽ എന്താണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, അല്ലെങ്കിൽ dx/dtയുടെ മീനിങ് എന്താണ് എന്നുള്ളത് നിങ്ങൾ അറിയാമായിരിക്കണം. കാരണം അടുത്ത വർഷം മാത്തമാറ്റിക്സിൽ നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ dx/dt എന്ന് പറയുന്ന ഡെറിവേറ്റീവ് സെക്ഷനുകൾ പഠിക്കാനുണ്ട്. അപ്പോൾ അത് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കണം. ഓർത്തിരിക്കാതെ എന്താണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഒരു ചെറിയ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഇതിനെ ബേസ് ചെയ്ത് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് v ഈക്വൽ ടു dx/dt എന്നുള്ള ഫോർമുല ഓർത്തിരിക്കാം. അപ്പോൾ the position of a particle which moves along a straight line is defined by the relation. ഏതാണ് നമുക്ക് പൊസിഷൻ എന്ന് പറയുന്നത്? ഒരു പാർട്ടിക്കിളിന്റെ, നമുക്ക് ഇതൊരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതാണ്. ആ പാർട്ടിക്കിളിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് x ഈക്വൽ ടു t³ - 6t² - 15t + 40 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഇതൊരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന കാര്യമാണ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് സെക്കൻഡിൽ ഈ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ കണ്ടുപിടിക്കണമെങ്കിൽ, പൊസിഷൻ കാണാൻ നമുക്ക് t-ക്ക് 1 എന്നിട്ട് കൊടുത്താൽ മതി. t-ക്ക് 1 എന്ന് കൊടുത്താൽ ഇക്വേഷൻ എത്രയാവും? 1³ - 6 × 1² - 15 × 1 + 40 എന്ന് കിട്ടും. അപ്പൊ അത് എത്രയാ? 1 - 6 - 15 + 40. 1 - 16 + 15 എന്ന് പറയുമ്പോൾ 6ഉം 15 കൂട്ടിയാൽ 21 അത് -21 ആണ്. ഇവിടെ ഒരു 1 വരും. അപ്പൊ 20 - 20 + 40 എന്ന് പറഞ്ഞാൽ 20 മീറ്റേഴ്സ് എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ അല്ലെങ്കിൽ ടൈം 1 സെക്കൻഡ് ആയിരുന്നപ്പോൾ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ 20 മീറ്റേഴ്സ് ആയിരുന്നു. ടൈം 2 സെക്കൻഡിൽ അതിന്റെ പൊസിഷൻ കിട്ടും, 3 സെക്കൻഡിൽ കിട്ടും. അങ്ങനെ പല പൊസിഷനുകളും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷന്റെ മീനിങ്. നമ്മുടെ ക്വസ്റ്റിന്റെ ആൻസറിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടില്ല. ഞാൻ ഈ ഇക്വേഷൻ കണ്ടപ്പോൾ ഇക്വേഷന്റെ മീനിങ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയുള്ള ക്വസ്റ്റിനുകൾ നമ്മൾ തരുമ്പോൾ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് നമ്മൾ നോക്കണ്ട. ക്വസ്റ്റ്യൻ എപ്പോഴും ഫംഗ്ഷൻ ഓഫ് ടൈം ആണ് പൊസിഷൻ. അതുകൊണ്ടാണ് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ വന്നിരിക്കുന്നത്. പൊസിഷനും ടൈമും തമ്മിൽ റിലേറ്റ് ചെയ്ത് നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. ഇനി ഈ ഇക്വേഷനെ ബേസ് ചെയ്ത് നമുക്ക് ആ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ വെയർ എക്സ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ മീറ്റേഴ്സ് ആൻഡ് ടി ഇൻ സെക്കൻഡ്. എക്സ് എന്ന് പറയുന്നത് മീറ്ററിലാണ്, അതുപോലെ തന്നെ ടി എന്ന് പറയുന്നത് സെക്കൻഡിലാണ്. ഇനി അതിനെ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ സബ് ക്വസ്റ്റ്യനുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. What is the instantaneous velocity at t equal to 0 second and t equal to 2 second? ടൈം 0 സെക്കൻഡ് ആയിരുന്നപ്പോഴും ടൈം 2 സെക്കൻഡ് ആയിരുന്നപ്പോഴും അതിന്റെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. ഏതാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല? dx/dt v ഈക്വൽ ടു, അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി v ഈക്വൽ ടു dx/dt എന്നുള്ളതാണ് ഫോർമുല. അപ്പോൾ ആ ഫോർമുലയിൽ ഇത് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് സബ് ക്വസ്റ്റ്യൻ 2 കൂടെ ഒന്ന് നോക്കാം. വാട്ട് ഈസ് ദ ആവറേജ് വെലോസിറ്റി ബിറ്റ്വീൻ t ഈക്വൽ ടു 2 സെക്കൻഡ് ആൻഡ് t ഈക്വൽ ടു 4 സെക്കൻഡ്? ടൈം t 2 സെക്കൻഡിനും ടൈം t 4 സെക്കൻഡിനും ഇടയ്ക്ക്, 2 സെക്കൻഡിനും 4 സെക്കൻഡിനും ഇടയ്ക്ക് ഉള്ള ആവറേജ് വെലോസിറ്റി എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവറേജ് വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? ആവറേജ് വെലോസിറ്റിക്ക് നമുക്ക് ഫോർമുല ഉണ്ടായിരുന്നു. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ആണ് ആവറേജ് വെലോസിറ്റി. അപ്പോൾ 4 സെക്കൻഡിനും 2 സെക്കൻഡിനും ഇടയ്ക്കുള്ള സമയം എന്ന് പറയുന്നത് നമുക്കറിയാം 2 സെക്കൻഡ് ഡ്യൂറേഷൻ ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് എങ്ങനെ കണ്ടുപിടിക്കും? 2 സെക്കൻഡ് എന്നുള്ളത് ടിയുടെ സ്ഥാനത്ത് 2 കൊടുക്കുമ്പോൾ ആ 2 സെക്കൻഡിലുള്ള പൊസിഷൻ കിട്ടും. ടിയുടെ സ്ഥാനത്ത് 4 കൊടുക്കുമ്പോൾ 4 സെക്കൻഡിലുള്ള പൊസിഷൻ കിട്ടും. അങ്ങനെ ആ പൊസിഷനുകൾ വെച്ച് നമുക്ക് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാം. ആ പൊസിഷന്റെ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം കൊടുക്കാം. അങ്ങനെ ടോട്ടൽ ടൈം കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ ടോട്ടൽ അതിന് വന്ന അല്ലെങ്കിൽ അവിടുത്തെ ആവറേജ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ പാർട്ടിലേക്ക് വരാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ഇതായിരുന്നു. അതിനെ നിങ്ങൾ നോട്ട്ബുക്കിൽ ഈ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുകളും ഞാൻ പറയുന്ന കൂട്ടത്തിൽ തന്നെ നോട്ട്ബുക്കിൽ എഴുതി കംപ്ലീറ്റ് ചെയ്ത് പോകണം. നല്ലതുപോലെ 2-3 തവണ ചെയ്ത് നോക്കണം, എന്നാലേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. സംശയം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ കോൾ ചെയ്താൽ അതിൻ്റെ സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരും. വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. അതിൻ്റെ സൊല്യൂഷൻ എഴുതി അതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് സംശയമുള്ള പാർട്ടുകൾ ഉണ്ടെങ്കിൽ അത് വീണ്ടും പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ പൊസിഷൻ എക്സ് എന്ന് പറയുന്നതിനെ t³ - 6t² - 15t + 40 ആണ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് വിചാരിക്കും. ഈ ഇക്വേഷനിൽ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എത്രയാണ്? v
ബി ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി ആണ്. അപ്പോൾ അത് എങ്ങനെ സോൾവ് ചെയ്യാം? അതിന് ഞാനൊരു ഫോർമുല ഇപ്പോൾ പറയും, നിങ്ങളത് എഴുതിയെടുക്കണം. അതായത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഡെറിവേറ്റീവ് ആണ് എടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഡെറിവേറ്റീവിൽ ഒരു ബേസിക് ഫോർമുല ഉണ്ട്, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ, അതായത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1 എന്നുള്ളതാണ് അതിന്റെ വാല്യൂ. അപ്പോൾ നിങ്ങൾ ആ ഇക്വേഷൻ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, അത്ര ക്ലിയർ ആയിട്ടല്ല എഴുതിയേക്കുന്നത് എങ്കിലും നോക്കുക. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ ഈക്വൽ ടു എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1 എന്നുള്ളതാണ് ആ ഫോർമുല. ഓക്കെ, ഇനി ആ ഫോർമുല ഉപയോഗിച്ചാൽ നമുക്ക് ഡി ബൈ ഡി ടി ഓഫ് ടി റൈസ് ടു 3 എത്ര വരും? ഒന്നുകൂടെ നോക്കുക. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്നുള്ളതിൽ എൻ അതിന്റെ പവറാണ്. അപ്പോൾ ആ പവർ 3 ആണെങ്കിൽ എൻ ഇൻറ്റു എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 3 ഇൻറ്റു ടി റൈസ് ടു 3 മൈനസ് 1 എന്ന് പറയും. ഒന്നുകൂടെ പറയാം, ഡി ബൈ ഡി ടി ഓഫ് എക്സിന്റെ സ്ഥാനത്ത് നമുക്കറിയാം ആദ്യത്തെ ടേം എടുക്കുമ്പോൾ ടി റൈസ് ടു 3 എന്നാണ് വരുന്നത്, ടി ക്യൂബ് എന്നാണ് വരുന്നത്. അപ്പോൾ ഇക്വേഷൻ വരുമ്പോൾ എങ്ങനെ വരും? 3 ഇൻറ്റു ടി റൈസ് ടു 3 മൈനസ് 1. 3 മൈനസ് 1 2 അല്ലേ? അപ്പോൾ എത്രയാണ് ഇക്വേഷൻ വരുന്നത്? ഫസ്റ്റ് ടേമിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഡി ബൈ ഡി ടി ഓഫ് ടി റൈസ് ടു 3 എന്ന് വരുന്ന ഇക്വേഷൻ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1 എന്നുള്ള സ്ഥാനത്ത് എന്നിന്റെ സ്ഥാനത്ത് 3 ആണ്. 3 ഇൻറ്റു ടി റൈസ് ടു 3 മൈനസ് 1. 3 മൈനസ് 1 എത്രയാണ്? 2 ആണ്. അപ്പോൾ 3 ഇൻറ്റു ടി സ്ക്വയർ എന്ന് വരും. സെക്കൻഡ് ടേം എടുക്കുമ്പോഴോ ഇവിടെ ഈ 6 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിനെ നമ്മൾ ആദ്യം എടുക്കണം. ഓക്കെ, നമ്മുടെ സൊല്യൂഷൻ പാർട്ടിനെ ആദ്യം എടുക്കണം. അപ്പം ഡി ബൈ ഡി ടി ഓഫ് 6 ടി സ്ക്വയർ എന്നുള്ളത് എഴുതുമ്പോൾ നമുക്ക് മൈനസ് ഡി ബൈ, ഓർത്തിരിക്കുക, ഡി ബൈ ഡി ടി ഓഫ് 6 ടി സ്ക്വയർ എന്നുള്ളതിൽ 6 ആദ്യം എടുക്കാം. അപ്പൊ 6 ആദ്യം എടുക്കുമ്പോൾ എത്ര വരും? 6 ഇൻറ്റു അടുത്ത ടേം എത്രയാ? ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ. ആ 6 ഇൻറ്റു എന്ന് ഞാൻ എടുത്തതിന് കാരണം 6 കോൺസ്റ്റന്റ് ആണ്. ഇതിന്റെ സൊല്യൂഷൻ ചെയ്ത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്ത് നിങ്ങൾക്ക് വാട്സപ്പിൽ ഈ ക്ലാസിന്റെ കൂടെ തന്നെ വാട്സപ്പിൽ അതേ ദിവസം തന്നെ ഞാൻ ഇടുന്നുണ്ട്. അപ്പൊ നാളെ തന്നെ ഈ ക്ലാസിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പിൽ തരും. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കണം, സംശയമുള്ളത് ചോദിക്കുകയും ചെയ്യണം. അപ്പോൾ ഇത് അങ്ങനെ നമ്മൾ എഴുതുമ്പോൾ 6 ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ എന്ന് എഴുതുമ്പോൾ ആ ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ കണ്ടുപിടിക്കുക. അപ്പൊ 6 ഇൻറ്റു എത്ര വരും? 2 ഇൻറ്റു 2 പവർ അല്ലേ? 2 ഇൻറ്റു ടി റൈസ് ടു 2 മൈനസ് 1. 2 മൈനസ് 1 എത്രയാണ്? 1 തന്നെയാണ്. അപ്പോൾ അത് 6 ഇൻറ്റു 2 ഇൻറ്റു ടി എന്ന് വരും. 6 ഇൻറ്റു 2 12 അല്ലേ? അപ്പൊ 12 ടി എന്ന് വരും. അടുത്ത ടൈം വരുമ്പോഴോ ഈ മൈനസ് സൈൻ അതുപോലെ തന്നെ അവിടെ കിടക്കും. അടുത്ത ടേം വരുമ്പോഴോ ഡി ബൈ ഡി ടി, കാരണം നമ്മൾ ഡി ബൈ ഡി ടി ഓരോ ടേമിലും അപ്ലൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ടേമിൽ അപ്ലൈ ചെയ്തപ്പോൾ 3 ഇൻറ്റു ടി റൈസ് ടു 3 മൈനസ് 1 എന്ന് വന്നു. സെക്കൻഡ് ടേമിൽ അപ്ലൈ ചെയ്തപ്പോൾ മൈനസ് ഡി ബൈ ഡി ടി ഓഫ് 6 ടി സ്ക്വയർ എന്നുള്ളതിന് മൈനസ് 6 ഇൻറ്റു ടി സ്ക്വയർ എന്നുള്ളതിന് 2 ഇൻറ്റു ടി എന്ന് വന്നു. അപ്പോൾ 6 ഇൻറ്റു 2 എന്ന് പറയുന്നത് മൈനസ് 12 ടി എന്നായി. തേർഡ് ടേം എന്ന് പറയുന്നത് മൈനസ് 15 ടി ആണ്. മൈനസ് 15 ടീനെ ഡി ബൈ ഡി ടി എടുത്തപ്പോൾ എത്ര വന്നു? മൈനസ് 15 ഇൻറ്റു ഡി ടി ബൈ ഡി ടി എന്ന് വരും. ഡി ടി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 തന്നെയാണ്. അപ്പോൾ അത് മൈനസ് 15 എന്നായി. ലാസ്റ്റ് ടേം പ്ലസ് 40. പ്ലസ് 40 എന്ന് പറയുന്നൊരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിൽ നമ്മൾ ഡി ബൈ ഡി ടി അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എടുത്താൽ ആ റിസൾട്ട് 0 ആയിപ്പോകും. അപ്പോൾ ലാസ്റ്റ് ടേം 0 ആയിപ്പോയി. അങ്ങനെയാണ് ഇക്വേഷൻ നമ്പർ 2 നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് പലതവണ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അതുപോലെ തന്നെ സംശയമുള്ളത് ചോദിക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഓരോ സ്റ്റെപ്പും ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി ആ നോട്ട് നിങ്ങൾ വാട്സപ്പിൽ നിന്ന് ഇടുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കുക. ഇനി നമുക്ക് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് അല്ലെങ്കിൽ സിറ്റുവേഷൻ നമ്മൾ എഴുതി. 2 ഇക്വേഷനായിട്ട് ഇക്വേഷൻ നമ്പർ 1 ഉം 2 എഴുതി. അപ്പോൾ നമുക്ക് 0th ടൈമിലെ അതിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കണം, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കണം. അതെങ്ങനെ നിങ്ങൾ സോൾവ് ചെയ്യും? 0th ടൈമിൽ നമ്മളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ ഇക്വേഷൻ കിട്ടിയല്ലോ. പൊസിഷൻ എക്സിന്റെ ഇക്വേഷനിൽ നിന്നും നമുക്ക് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ ഇക്വേഷൻ കിട്ടി. അപ്പോൾ ആ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയിൽ ടൈം ടി ഈക്വൽ ടു 0 കൊടുത്താൽ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആവും. ഇത് ഇക്വേഷനാണ്. ഇക്വേഷനിൽ ടിയുടെ വാല്യൂ നമ്മൾ കൊടുത്താൽ, ടൈമിന്റെ വാല്യൂ കൊടുത്താൽ നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ടൈമിന്റെ വാല്യൂ ടി ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ഫസ്റ്റ് ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്രയായി പോകും? 3 ഇൻറ്റു 0 സ്ക്വയർ 0 ആയി.
സെക്കൻഡ് ടൈം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴോ 12 into 0 അതും 0 ആയിപ്പോയി. തേർഡ് ടൈമിൽ ടി ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് -15 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് ടി ഈക്വൽ ടു 0 വി വിൽ ഗെറ്റ്, നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ, സോറി അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 15 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് തുടങ്ങിയ സമയത്ത് തന്നെ അതിന്റെ വെലോസിറ്റി -15 മീറ്റർ പെർ സെക്കൻഡ് ഉണ്ടെന്ന് മീനിങ് എടുക്കാം. ഇനി നമുക്ക് അടുത്ത് കണ്ടുപിടിക്കാനുള്ളത് ടൈം ടി ഈക്വൽ ടു 2 സെക്കൻഡിലെ രണ്ടാമത്തെ സെക്കൻഡിലെ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ടിയുടെ വാല്യൂ 2 കൊടുക്കുക, അല്ലെ? ടൈമിന്റെ വാല്യൂ 2 കൊടുക്കുക. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആയിട്ട് ടൈം ഈക്വൽ ടു 2 കൊടുക്കുക. അപ്പൊ ടി 2 കൊടുത്താൽ ഇക്വേഷൻ 3 ആയിട്ട് മാറും. ടി ഈക്വൽ ടു 3 into 2 സ്ക്വയർ വരും, അല്ലെ? 3 into 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 into 2 എന്ന് പറയുമ്പോൾ എത്ര വരും? സോറി, 2ന്റെ സ്ക്വയർ നമ്മൾ എടുക്കുക. 3 into 2 സ്ക്വയറിൽ ഇവിടെ എഴുതിയിരിക്കുന്ന ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ബ്രാക്കറ്റ് ഇവിടെ അല്ല, ഇവിടെയാണ് കൊടുക്കേണ്ടത്. 3 into 2 സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 വരും, അല്ലെ? അപ്പൊ 4 into 3 എന്ന് പറയുമ്പോൾ എത്ര വരും? 12 വരും. അടുത്ത ടേമിൽ നമുക്കറിയാം 12 into t കൊടുക്കണം. 12 into t എന്ന് പറഞ്ഞാൽ 12 into 2, അല്ലെ? 12 into 2 -15 എന്ന് കൊടുക്കുക. ഇനി നമ്മൾ ഇതിനെ സോൾവ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 3 into 4 2 സ്ക്വയർ, അപ്പോൾ 12 -24 -15 എന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -27 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ ടൈം 2 സെക്കൻഡ് ആയപ്പോൾ -27 ആണ് അതിന്റെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇനി നമുക്ക് ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കണം. ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് x4 - x2 ബൈ ടോട്ടൽ ടൈം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ x4 എന്ന് പറയുന്ന പൊസിഷൻ, ടൈം 4 സെക്കൻഡ് വരുമ്പോൾ ഉള്ള പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ടൈമിന്റെ സ്ഥാനത്ത് 4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് അതിന്റെ പൊസിഷൻ കിട്ടും, അല്ലേ? അപ്പോൾ 4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4 ക്യൂബ് -6 into 4 സ്ക്വയർ -15 into 4 പ്ലസ് 40 എന്നാണ് നമുക്ക് അതിന്റെ പൊസിഷൻ കിട്ടും. അപ്പോൾ പൊസിഷൻ അറ്റ് 4th സെക്കൻഡും അതുപോലെ തന്നെ പൊസിഷൻ അറ്റ് സെക്കൻഡും നമുക്ക് കണ്ടുപിടിക്കണം. 2 സെക്കൻഡിലുള്ള പൊസിഷനും 4 സെക്കൻഡിലുള്ള പൊസിഷനും കണ്ടുപിടിക്കണം. അപ്പോൾ നാലാമത്തെ സെക്കൻഡിലെ പൊസിഷൻ എന്ന് പറയുന്നത് -52 മീറ്റർ ആണ്. നാലാമത്തെ സെക്കൻഡിലെ പൊസിഷൻ എന്ന് പറയുന്നത് -52 മീറ്റർ ആണ്. ആ -52 മീറ്ററും അതുപോലെ തന്നെ സെക്കൻഡ് ടൈം 2 സെക്കൻഡ് ആയിരുന്നപ്പോൾ ഉള്ള പൊസിഷൻ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ ആ ടൈമിനകത്തേക്ക് ടി എന്നുള്ള ഈ ഫോർമുല ഇക്വേഷൻ നമ്പർ 1ലേക്ക് 4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 4th സെക്കൻഡിൽ കിട്ടും. 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് സെക്കൻഡിലെ വാല്യൂം കിട്ടും. അപ്പോൾ സെക്കൻഡിൽ നമ്മൾ അല്ലെങ്കിൽ 2 എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 ക്യൂബ് -6 into 2 സ്ക്വയർ -15 into 2 എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അല്ലേ? ഇപ്പൊ ഈ കാണുന്ന പോലെ അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ പൊസിഷൻ അല്ലെങ്കിൽ സെക്കൻഡിലെ പൊസിഷൻ കിട്ടും. അത് എത്രയാണ്? -6 മീറ്റർ ആണ്. മനസ്സിലായോ? അപ്പോൾ -6 മീറ്ററും മൈനസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച വാല്യൂ വെച്ച് നമുക്ക് ഈ ഒബ്ജക്റ്റിന്റെ -52 ഉപയോഗിച്ച് നമുക്ക് ഒബ്ജക്റ്റിന്റെ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാം. അപ്പോൾ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് x4 - x2 ആണ്. x4 എത്രയാണ്? x4 എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചതനുസരിച്ച് -52 മീറ്റർ ആണ്. അതുപോലെ തന്നെ x2 എന്ന് പറയുന്നത് -6 മീറ്റർ ആണ്. അതിനടുത്ത് സമയം ടൈം എന്ന് പറയുന്നത് -2 സെക്കൻഡ് ആണ്. ഇത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിന്റെ റിസൾട്ട്, അതായത് ആവറേജ് വെലോസിറ്റി എത്രയാണെന്നുള്ളത് കിട്ടും. -46/2 ആണ്. അപ്പോൾ -23 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് ആവറേജ് വെലോസിറ്റിയുടെ വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് -23 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, മൈനസ് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിന്റെ ഡയറക്ഷൻ അനുസരിച്ചാണ് മൈനസ് വരുന്നത്. നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് വരുമ്പോൾ അതിന്റെ ഡയറക്ഷൻ ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള ഡയറക്ഷന്റെ വ്യത്യാസം കൊണ്ടാണ് നമുക്ക് -23 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടുന്നത്. ഓക്കെ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കിയാലും മതി. അപ്പോൾ ഈ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നല്ലതുപോലെ പഠിക്കുക. കാരണം ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്, മനസ്സിലാക്കിയെടുക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കാണ്. അതുകൊണ്ട് നല്ലതുപോലെ ഈ വീഡിയോ 1-2 തവണ നിങ്ങൾ ഈ ക്ലാസ് കാണുക. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാവും. 1-2 തവണ കാണുക. എന്നിട്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ കാര്യങ്ങൾ ചോദിക്കുകയോ ചെയ്യാം. ആ കാര്യങ്ങൾ ഞാനത് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഇപ്പോൾ ചെയ്ത ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ്റെ കംപ്ലീറ്റ് സ്റ്റെപ്പുകളായിട്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷനും തരുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ താങ്ക് യു.